കൊച്ചിയിലെ കാക്കനാട് നിന്നും കിഴക്കമ്പലത്തേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രാമമായ കിഴക്കമ്പലത്തേക്കാണ്. ചെറുതും വലുതുമായ പല പല മെഷീനുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ടി-ടെക് എന്ന ഫാക്ടറിയുടെ എക്സ്പീരിയൻസ് സെന്റർ ആണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നത്. പുതിയൊരു സംരംഭം തുടങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പലതരം മെഷീൻസും അതിന്റെ പ്രവർത്തന രീതിയും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും കൂടാതെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് നമ്മൾ 5 സീലിംഗ് മെഷീൻ നമ്മൾ ഗീവ് അവേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടി-ടെക്കിൻ്റെ യൂട്യൂബ് ചാനലും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീണ്ടും അങ്ങനെ കിഴക്കമ്പലത്തുള്ള ടി-ടെക്കിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് സെന്റർ കം ഫാക്ടറിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്നേഹദാസ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. സ്നേഹദാസ്, ഹലോ. ഭയങ്കര മാറ്റങ്ങളാണല്ലോ ഈ ഒരു പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വർഷം വന്നതിനേക്കാൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന് അവർക്ക് വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ള. മറ്റേ നമുക്ക് കുറച്ച് മെഷീൻസേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാത്തിന്റെ എല്ലാ മോഡൽസും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു എക്സ്പീരിയൻസ് സെന്റർ. അപ്പോൾ അവർക്ക് വന്ന് അവരുടെ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് ഡെമോ ചെയ്ത് നോക്കാം. അതിന്റെ തന്നെ പല മോഡലുകൾ കാണാം. പിന്നെ സെയിം ടൈം തന്നെ നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് മെഷീൻസും കാണാം. അതിനോടനുബന്ധമായിട്ട് നമ്മളെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ചില കുഞ്ഞ് ഐഡിയ ആയിരിക്കും ഉണ്ടാവുന്നത്, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള മെഷീൻ അന്വേഷിച്ച് ഇവിടെ വരുമ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് മെഷീൻസ് അല്ലെങ്കിൽ അതിനെ നമുക്ക് പാക്ക് ചെയ്യാനുള്ള, ഫില്ല് ചെയ്യാനുള്ള, ബാച്ച് കോഡ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകൾ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ നമുക്കൊരു കൺസെപ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ബിസിനസ് ആശയവുമായി ഇവിടെ ടി-ടെക്കിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ഫുൾ കംപ്ലീറ്റ് അല്ലേ, അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പക്ക 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ള മെഷീനറി എക്യുപ്മെന്റ്സിന്റെ ഫുൾ സപ്പോർട്ടും ടി-ടെക്കിന്റെ ഭാഗത്തു നിന്നും സ്നേഹദാസിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാവും. ബേസിക് ടൈപ്പ് ഓഫ് പാക്കിംഗ് മെഷീൻസ് തൊട്ട് ഹൈ കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ വലിയ മെഷീൻസ് വരെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് ടി-ടെക്കിൽ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ചെറിയ ചെറിയ മെഷീൻസിന്റെ ലൈനപ്പാണ് അവരിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം സ്നേഹദാസ് നമുക്ക് പറഞ്ഞു തരും. ഇത് വരുന്നത് നമ്മളുടെ ഒരു ഹാൻഡ് സീലറാണ്. കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധാ ഹാൻഡ് സീലിംഗ് മെഷീൻ. 8 ഇഞ്ച് മുതൽ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് സൈസസ് അവൈലബിൾ ആണ്. ബേക്കറി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഭയങ്കര ബേക്കറി ചെറിയ കടകളിലൊക്കെ ഇത് വളരെ ആപ്ലിക്കബിൾ ആണ്. അതിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ് ഈ കാണുന്നത്. പല സൈസിൽ നമുക്ക് അങ്ങനെ 1 മീറ്റർ ലെങ്ത് വരെ വരുന്ന ഡിഫറെന്റ് മെഷീൻസ് അവൈലബിൾ ആണ് ഹാൻഡ് സീലറിൽ തന്നെ. ഹാൻഡ് സീലറൊക്കെ നമുക്ക് ഒരു 1300 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മുതൽ നമുക്ക് ഏകദേശം ഒരു 30,000 രൂപ വരെ വരുന്ന ഹാൻഡ് സീലേഴ്സ് ഉണ്ട്. അതിന്റെ വലിപ്പവും അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് ഡിഫറെൻറ്റ് മോഡൽസ് വരുന്നുണ്ട്. അടുത്തൊരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്പിംഗ് മെഷീനാണ്. ഇപ്പോൾ നമുക്ക് ഇതേപോലത്തുള്ള ബോട്ടിൽസിനെ ക്യാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി നമ്മൾ കൈ വെച്ച് പിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്യാപ്പ് ഇതേപോലെ കയറ്റി നമ്മുടെ ബോട്ടിലിനകത്തിട്ട് കയറ്റി വയ്ക്കുക. ജസ്റ്റ് ഇതിനകത്തിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് അത് സീറ്റായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്കിതിനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രൊഡക്ഷൻ സ്പീഡ് കൂട്ടാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം മാനുവൽ ലേബറിനെ കുറച്ച് നമുക്ക് എങ്ങനെ ഒരു എക്കണോമിക്കലി നമുക്കൊരു നല്ലൊരു യൂണിറ്റ് കൊണ്ടുപോകാമെന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ഈ മെഷീൻ. ഇത് വരുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ക്യാപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ മെറ്റൽ ക്യാപ്പ്, ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ പോലുള്ള ഇങ്ങനെയുള്ള പ്രോഡക്ട്സിനൊക്കെ മെറ്റൽ ക്യാപ്സ് ആണ്. ഈ മെറ്റൽ ക്യാപ്പ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഈ കാണുന്നത്. അതും ഇതേപോലെ തന്നെ നമുക്ക് ക്യാപ്പിനെ ഇതിനകത്ത് പ്ലേസ് ചെയ്യുക, ഇവിടെ നമ്മളുടെ ബോട്ടിലിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സീലായി കിട്ടി അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സീലിംഗ് നമുക്ക് കിട്ടും. മാനുവലിയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം നമുക്കിതിന് മൂവ് ആവുന്നതാണ്. അതേപോലെ ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒത്തിരി ആൾക്കാർ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ നമ്മളുടെ ഈ സ്മൂത്തീസ്, അതേപോലെ പേസ്റ്ററീസൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽസിലാണ് ചെയ്യുന്നത്. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ നമ്മുടെ കൊക്കക്കോളയുടെ ഒക്കെ ക്യാനൊക്കെ പൊളിക്കുന്ന പോലെ നമുക്ക് ഇതേപോലെ പൊളിച്ച് നമുക്ക് എടുക്കാം, ഓപ്പൺ ചെയ്തെടുക്കാവുന്ന ടൈപ്പ്. അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് സാധനങ്ങളുണ്ട്. അതിൻ്റെ 1-2 മെഷീൻസ്. ഇത് വരുന്നത് നമുക്ക് ഇലക്ട്രിക് മെഷീനാണ്. നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ഓപ്പറേറ്റ് ചെയ്ത് ഈ കൈ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിനെ സീൽ ചെയ്ത് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. ഓരോ സൈസസിനനുസരിച്ചുള്ള ഡൈ നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെഷീനിൽ ഒരു ഡൈ ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. മെറ്റീരിയൽ ഫില്ല് ചെയ്യുക, ലിഡ് പ്ലേസ് ചെയ്യുക,
ഇവിടെ വെക്കുക, ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം. ഓക്കെ. ഓ, ഓട്ടോമാറ്റിക്കലി സ്നേഹദാസ് ആ ഒരു പെഡൽ പ്രസ് ചെയ്തപ്പോ ഇത് കംപ്ലീറ്റ് ലീക്ക് പ്രൂഫ് ആണിത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഒത്തിരി പ്രീമിയം ബേക്കറീസ്, ഫുഡ് പ്രോഡക്റ്റ് മാനുഫാക്ചേഴ്സ് ഒക്കെ ഈ ടൈപ്പ് മെഷീൻസിലാണ് ഇപ്പോൾ പുതിയതായിട്ട് പ്രോഡക്റ്റിനെ എത്തിക്കുന്നത്. അതിന്റെ തന്നെ ഡിഫറെന്റ് സൈസസാണ് വരുന്നത്. ഇത് MS ബോഡിയിൽ വരുന്നതാണ്, ഇത് ഫുള്ളി SS ബോഡി വരുന്നത്, ഇത് ഇലക്ട്രിക്കലാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മെറ്റീരിയലിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻ ചൂസ് ചെയ്യാവുന്നതാണ്, സാധിക്കുന്നത്. ഇത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഇത് ഹാൻഡ് ആണ് കേട്ടോ. ഈ കാണുന്ന ഒരു ഡിവൈസ് നമ്മൾ കയ്യിൽ പ്രസ് ചെയ്യേണ്ടതല്ല, നമുക്ക് ഹാൻഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് എല്ലാം മുകളിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഇത് നോർമലി ടേബിളിൽ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് കാലും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഇതിപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഇത് നമ്മൾ ശബരിമലയിലെ അരവണയൊക്കെ കിട്ടുന്ന ആ ഒരു ടിന്നില്ലേ, ആ ഒരു ക്യാനോട് സാമ്യമുള്ള രീതിയിൽ ക്യാൻ സീലർ എന്നാണ് ഇതിനെ പറയുന്നത്. ശബരിമലയിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ ഇതേപോലെ അമ്പലങ്ങളിലൊക്കെ ഉള്ള പ്രസാദത്തിന് മാത്രമായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വലിയ കമ്പനികളും കൊക്കക്കോള, പെപ്സി ഒക്കെ പോലുള്ള കമ്പനികളാണ് ഇങ്ങനത്തെ പാക്കറ്റ്സിൽ മെറ്റീരിയൽ വരുന്നത്. പക്ഷെ ഇത് ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്ട്സ് വരുമ്പോൾ അതിൻ്റെ ലുക്ക്, പാക്കിങ്ങിലുള്ള ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതേപോലെ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ചാൽ നോർമലിലുള്ളതിനേക്കാളും കൂടുതൽ ഒരു മാർക്കറ്റ് പ്രസൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബാച്ച് കോഡിംഗ് മെഷീൻസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ലീഗൽ മെട്രോളജിയുടെ നിയമപ്രകാരം നമ്മളുടെ പ്രോഡക്റ്റിനകത്ത് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതേപോലെ തന്നെ ബാച്ച് നമ്പർ, MRP ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്യണം. അപ്പോൾ പണ്ടൊക്കെ എന്തുകൊണ്ട് നമുക്കൊരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എല്ലാം ഡയറക്റ്റ് പൗച്ചിനകത്തോ ബോട്ടിലിനകത്തോ പ്രിന്റ് ചെയ്യണം. നേരത്തെ ഇതൊക്കെ വലിയ കമ്പനികൾക്ക് മാത്രമാണ് അഫോർഡബിൾ ആയിരുന്നത്. ഇത് നമുക്ക് ഈ മെഷീനൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6500 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് മെറ്റൽ ലെറ്റേഴ്സ് നമുക്ക് അതിനകത്ത് കമ്പോസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ റിബൺ കോഡർ ഉപയോഗിച്ച് നമുക്ക് മാനുവലി ഇതേപോലെ പഞ്ച് ചെയ്തെടുത്താൽ മതി. ആർക്കും യൂസ് ചെയ്യാം, എളുപ്പമായിട്ട് ചെയ്യാവുന്ന സാധനമാണ്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ മെഷീൻ ആകുമ്പോൾ നമ്മൾ വെച്ച് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇത് അടിക്കും. വരുന്നത് ഇപ്പൊ നമ്മളിങ്ങനെ കൈ കൊണ്ട് അടിക്കേണ്ട, മെഷീൻ അടിക്കും, പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കാണുന്ന ഈ ഒരു ജോയ്സ്റ്റിക്ക് നമുക്ക് കാല് വെച്ചിട്ട് നമുക്ക് പെഡൽ ചെയ്യാം. പെഡൽ സ്വിച്ച് ആണ് വരുന്നത്. അപ്പം താഴെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ കണ്ടത് മാനുവലും ഒരു സെമി ഓട്ടോമാറ്റിക് കാണുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ പൗച്ച് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കണം. ഇതങ്ങനെ വേണ്ട, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പ്രിൻ്റായിട്ട് വരുന്ന ഇതാ വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതേപോലെ നമുക്കൊരു ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫുൾ ഡീറ്റെയിൽസ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ബാച്ച് നമ്പർ എല്ലാം കിട്ടും. എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റൽ ലെറ്റേഴ്സാണ് വരുന്നത്. ഈ കാണുന്ന പോലെ മെറ്റൽ ലെറ്റേഴ്സ് നമ്മൾ കമ്പോസ് ചെയ്ത് കൊടുത്ത് വേണം പ്രിന്റ് ചെയ്യാൻ. ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഓരോ മെറ്റൽ ലെറ്റർ മാറ്റി അടുത്ത മെറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. അതിൻ്റെ തന്നെ ഒരു ഡിജിറ്റൽ വെർഷനാണ് ഈ കാണുന്നത്. ഡിജിറ്റൽ ഡിസ്പ്ലേയോട് കൂടിയിട്ട് ടച്ച് സ്ക്രീനോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന മെഷീനാണ്. മാറ്റർ കമ്പോസ് ചെയ്യുക, അതിനുശേഷം ഇതേപോലെ ബൾക്കായിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ നമുക്കിത് പ്രിന്റ് ചെയ്ത് ഇതേപോലെ വരും. പ്രോപ്പറായിട്ട് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്തെടുക്കാം. ചെയ്യാം. 5 ലൈൻ പ്രിന്റ് ചെയ്യാവുന്നുണ്ട്, 10 ലൈൻ പ്രിന്റ് ചെയ്യാവുന്ന മെഷീൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ലോഗോ, മലയാളം അങ്ങനെ പല മെത്തേഡിലും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ മെറ്റൽ പറക്കി മാറ്റുമൊന്നും വേണ്ട, ഡിജിറ്റലി ഡിസ്പ്ലേയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി പല ആൾക്കാർക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഇല്ല, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. എനിക്കൊരു ദിവസം 100 മുതൽ 500 വരെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 1000 പാക്കറ്റ് വരെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ മെഷീൻസ് വരുന്നുണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ വരുന്നത് നമുക്ക് സെയിം ടെക്നോളജി തന്നെയാണ്. TIJ പ്രിൻറ്റേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ടച്ച് സ്ക്രീനിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കാട്രിഡ്ജിനെ നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിന് ഏത് സർഫസിൽ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. ഇത് പേപ്പറിലാണ്, പേപ്പറിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഇതേപോലെ പൗച്ചിലാണ് പ്രിൻറ്റ് ചെയ്യാം. പ്ലാസ്റ്റിക് സർഫസിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് പ്രിന്റ് ചെയ്യാം. ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റും. ഇനി ഇത് തന്നെ നമുക്ക് ബോട്ടിൽസിൽ ചെയ്യാം. ബോട്ടിൽസിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ ഇതിന്റെ മുകളിലാണെങ്കിൽ, ക്യാപ്പിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ചെറിയ ക്വാണ്ടിറ്റിക്ക് കൊള്ളുമെങ്കിൽ നമുക്ക് ഇതേപോലെ ഹാൻഡ് ഹെൽഡ് പ്രിന്റേഴ്സ് വരുന്നുണ്ട്. അതിന്റെ തന്നെ ഡിഫറെന്റ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്.
എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഹാൻഡിയാണ്, എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസബിൾ ആണ് അല്ലേ, ക്വാണ്ടിറ്റി എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് ചെറിയ യൂണിറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ അവരൊരിക്കലും സ്റ്റിക്കർ പ്രിഫർ ചെയ്യില്ല. അപ്പൊ അവിടെ നമുക്ക് ഒരു ബ്രാൻഡഡ് കമ്പനി എങ്ങനെയാണോ മെറ്റീരിയൽ എത്തിക്കുന്നത് അതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരു 15 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും, 15,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും വിത്ത് ഒരു ഇങ്ക് കാട്രിഡ്ജോട് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. സോഫ്റ്റ്വെയറിലൊക്കെ അതിൻ്റെ ഡിഫറൻസ് വരും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിനകത്തുള്ള സോഫ്റ്റ്വെയർ ഡിഫറൻസ് ഒക്കെ. നമുക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആവും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ വരുന്നത് 12.7 mm വരുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ പ്രിന്റ് ഹൈറ്റ് കുറച്ചുകൂടി കൂടുതൽ വേണം എന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ 25 mm മെഷീൻ ഉണ്ട്. അപ്പോൾ കാട്രിഡ്ജ് ഇതേപോലത്തെ വലിയ കാട്രിഡ്ജ് ആയിരിക്കും, ഇതാണ് ചെറിയ കാട്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് വലിയ സൈസിൽ 10 ലൈൻ വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്കോർഡിംഗ് ടു ആളുകളുടെ ബിസിനസിന്റെ ആ ഒരു സ്കെയിൽ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതെ, ഈ കാർട്ടണിലൊക്കെ പ്രിന്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, ഇതിപ്പോൾ ഇത്രയും ലൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് സ്ലൈഡ് ചെയ്താൽ മതി. ഇതാണ് ലൈൻസ്. അതെ, അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരെണ്ണം പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ കണ്ടോ, ഇതാണ് ഏറ്റവും ചെറുതിൽ ചെയ്യുന്നത്. ഇത് അതിന്റെ ഇരട്ടി വലിപ്പം നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പൗച്ചിനകത്തും കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഏത് തരം സർഫസിലും ഈ ഒരു പ്രിന്റർ ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതെ, പിന്നെ ഇതെല്ലാം TIJ പ്രിന്റേഴ്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു 4 റബ്ബ് 5 റബ്ബ് വരെയൊക്കെയാണ് ഇതിന്റെ ഇങ്ക് ഇതിനകത്ത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇത് പെർമനന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് CIJ പ്രിന്റേഴ്സും ഉണ്ട്. CIJയിലാവുമ്പോൾ കുറേ കൂടി ബോണ്ടിങ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ച് മാച്ചാലേ അത് പോവുള്ളൂ. അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഏത് ലെവലിലാണോ, എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് മെഷീൻസ് ചൂസ് ചെയ്യാം. അതിനെല്ലാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതിൻ്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെഷീനാണ് ഇത്, ഡെസ്ക്ടോപ്പ് പ്രിൻ്റർ എന്ന് പറയും. ഇതാവുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഈ കൈ കൊണ്ട് സ്ലൈഡ് ചെയ്യണ പോലെ ആവശ്യമില്ല. ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്രിന്റ് ചെയ്ത് വരും, ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്ത് വരും. ഇവിടെ ഇരിക്കുന്ന എല്ലാ മെഷീൻസും എനിക്ക് തോന്നുന്നു ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്, സ്ത്രീകൾക്ക് പോലും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അതെ, എല്ലാം വളരെ ഒരു നോർമൽ നമ്മളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാവുന്ന മെഷീൻസ് ആണ് ഇതെല്ലാം. അടുത്തത് നമുക്ക് ഇതിൻ്റെയൊക്കെ ബാച്ച് കോഡിങ്ങിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ കാണിക്കാം. അപ്പം നമ്മൾ നേരത്തെ ഇതേപോലെ കുറച്ച് പൗച്ച് ഇവിടെ വെച്ചു അടിച്ചു അങ്ങനെ കാണിച്ചു. അതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ മെഷീനാണ് ഈ കാണുന്നത്. നമുക്ക് ഒരു ബണ്ടിൽ ഓഫ് പൗച്ചസ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. സെയിം ടെക്നോളജി തന്നെയാണ്, TIJ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് 25 mm കാട്രിഡ്ജ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഏകദേശം 10 ലൈനോളം പ്രിന്റ് ചെയ്യാവുന്ന ഒരു കാട്രിഡ്ജാണിത്. മെഷീൻ ഇതേപോലെ ഓൺ ചെയ്യുക, സെയിം തന്നെ നമുക്ക് ഇതിനകത്ത് ഡിജിറ്റലി എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് വേരിയബിൾസ് ഇപ്പോൾ നമുക്ക് ഓരോ പ്രിന്റിലും നമ്പർ മാറി വന്നെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ലോഗോ സെറ്റ് ചെയ്യാം, മലയാളം സെറ്റ് ചെയ്യാം, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ആവശ്യമായ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പ്രിന്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. കവർ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ അതേ നോക്കി ഓട്ടോമാറ്റിക് ആയിട്ട് അത് പ്രിന്റ് ചെയ്ത് ഒരു കൺവേ ബെൽറ്റിലൂടെ അത് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ളൊരു കമ്പനീസിനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ടൈം സേവ് ചെയ്യാൻ പറ്റും, ലേബർ സേവ് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആണ്. നല്ല ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രിന്റ് അടിച്ചെടുക്കാവുന്നതാണ്. നല്ല സൈസാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റ് ആണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ റബ്ബൊക്കെ ചെയ്താൽ പോലും പോകുന്നില്ല, കാരണം ജസ്റ്റ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു താഴെ ആയിട്ടുള്ളൂ പ്രിന്റിംഗ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഇതേപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിനെ വിട്ടുകൊടുക്കാവുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂസ്ലി നല്ല ഓർഡറിലാണ് അത് പ്രിന്റ് ചെയ്ത് നമുക്ക് മെഷീനിൽ നമുക്ക് ലഭിക്കും. ഇതേപോലെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇതിന്റെ പൊസിഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. നമുക്ക് ആവശ്യമായ സ്റ്റൈലിൽ ഇതിന്റെ പൊസിഷൻസ് കുറച്ചുകൂടി കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിട്ട് നമുക്ക് ഇതിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് ബൾക്കായിട്ട് വെച്ച് കൊടുക്കാം, കണ്ടിന്യൂസ്ലി ഇത് അടിച്ചോണ്ടിരിക്കുന്നത്. ഈ ഓട്ടോ സ്റ്റാക്കർ എന്നാണ് ഇതിന് പറയുന്നത്. ഓട്ടോ സ്റ്റാക്കർ ഒക്കെ വരുമ്പോൾ ഏകദേശം നമുക്ക് 1 ലക്ഷം രൂപ പ്ലസ് ടാക്സിന്റെ അടുത്തൊക്കെയാണ് റേഞ്ച് വരുന്നത്. ഏറ്റവും ചെറിയ മെഷീൻ വരുന്നത് ഇത് വരുന്നത് 12 ഇഞ്ചിന്റെ മെഷീനാണ് വരുന്നത്.
ഇതിന്റെ തന്നെ നമുക്കിപ്പോൾ പൗച്ചുകളല്ല ബോട്ടിൽസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കൺവേഴ്സും വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 80,000+ ടാക്സ് ഒക്കെ വരുന്നത്. ഇതാണ് ബോട്ടിൽസിന് വരുന്നത്. ബോട്ടിൽസ്, കാർട്ടൺ ബോക്സസ്, അങ്ങനെ എന്ത് മെറ്റീരിയൽസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ പ്രിന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ കാട്രിഡ്ജ് ഇതിനകത്ത് പ്ലേസ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതെ. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് പ്രിന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺവെയർ ഓൺ ആയി കൊടുത്താൽ മതി. എല്ലാം ടച്ച് ആണ് കേട്ടോ, ഫെദർ ടച്ച് ആയിട്ടുള്ള രീതിയിലുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ. സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓ, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ബോട്ടിൽസ് നമുക്ക് പ്രോഡക്റ്റിന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് സ്പീഡിൽ വിടാം. ജസ്റ്റ് ആ ബോട്ടിൽ നമ്മൾ ഒന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി. ഒരു ഫ്രൂട്ടിയുടെ ബോട്ടിലാണ് വരുന്നത്. നോക്കിയേ, അവിടുത്തെ മനോഹരമായിട്ട് ആ ഒരു റൗണ്ട് സർഫസിൽ അത് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്നേഹദാസ് ജസ്റ്റ് ആ ബോട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഒറിജിനലി ഫ്രൂട്ടിയുടെ ആ ഒരു ബാച്ച് കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കേട്ടോ. ആ ഒരു റൗണ്ട് സർഫസ് ബോട്ടിലിൽ ആ ഒരു സംഭവം പ്രിന്റായി വന്നിരിക്കുകയാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കയ്യിൽ പിടിച്ച് ഓരോന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഫില്ല് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ക്യാപ്പിംഗ് മെഷീനിൽ ക്യാപ്പ് ചെയ്തിട്ട് ഈ കൺവെയറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പുറത്ത് കളക്ട് ചെയ്യാനായിട്ട് ഒരു ട്രെയും കൂടി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്ന് ചാടിക്കോളും. അപ്പൊ നമുക്ക് കുറഞ്ഞ ലേബർ കൊണ്ട് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് പൗച്ചസ് ഒക്കെ ആണെങ്കിൽ ഓരോന്നോരോന്ന് വെച്ച് കൊടുത്തുവിടാം. ചെറിയ കാർട്ടൺ ബോക്സസ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ബോട്ടിലേക്ക് ഈ ഒരു ലിക്വിഡ് ഇപ്പൊ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് നമുക്ക് കാണാം. നമുക്ക് എല്ലാ ഗ്രാനുവൽസ്, പൗഡേഴ്സ്, ലിക്വിഡ്സ്, പേസ്റ്റ് എല്ലാം ഫില്ല് ചെയ്യാവുന്ന ഡിഫറെന്റ് മെഷീൻസ് ഉണ്ട്. അടുത്ത് നമുക്ക് അച്ചാറുകളുടെ ഒക്കെ ഇതേപോലെ ഫോയിൽ കോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീൻ നോക്കാം. ഇതിന്റെ പുറത്ത് നമുക്ക് ഫോയിൽ കോട്ട് ചെയ്യുന്ന ഫോയിൽ പ്ലേസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി ഈ പീരീഡ് ഇടയിൽ കൂടെ ഗ്യാപ്പ് ഉണ്ടാവും. ഗ്യാപ്പിൽ കൂടെ എയർ കയറി ഇതിനകത്ത് പൂപ്പൽ പിടിക്കാനും ലീക്കേജ് ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇതുവഴി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള. അപ്പോൾ അത് ചെയ്യാവുന്ന ഏറ്റവും ബേസിക് മെഷീനാണ്. ഇതൊരു മാനുവൽ മെഷീനാണ്. 20 മുതൽ 100 mm വരെ നമുക്ക് സീൽ ചെയ്യാവുന്നതാണ്. പക്ഷെ വെറുതെ ജസ്റ്റ് ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക മാത്രമാണ് ആവശ്യമുള്ളത്. നോക്കി അടുത്ത ബോട്ടിലും അതുപോലെ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് പോവാം. ആ ചെയ്തൊരു ബോട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വാഡിങ് ഓട്ടോമാറ്റിക് ആയിട്ട് നോക്കിയാൽ നല്ല ക്വാളിറ്റിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ലീക്ക് പ്രൂഫ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും അച്ചാറൊക്കെ നമ്മൾ കടയിലൊക്കെ എത്തിക്കുമ്പോൾ ഇതിന്റെ സൈഡിൽ കൂടെ ഒലിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അത് മാത്രമല്ല ഒരു സ്റ്റാൻഡേർഡ് ആണ്. വേണമെങ്കിൽ നമ്മുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് 100 mm വരെയാണ് മാക്സിമം പറ്റുന്നത്. ഇതിന്റെ തന്നെ കുറച്ചുകൂടി ഡയമീറ്റർ കൂടി 150 mm ഡയമീറ്റർ, ഒരു 5 കിലോന്റെ ഒക്കെ ബോട്ടിൽസ് ചെയ്യാവുന്ന മെഷീനാണ് ഈ കാണുന്നത്. അതിന്റെ തന്നെ വേറൊരു മെത്തേഡ് മോഡലാണ് ഇത് വരുന്നത്. ഇത് 130 mm വരെ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? കുറച്ച് ഭയങ്കര ഒരു ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇത് രണ്ട് ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ്. ഇത് പോർട്ടബിൾ മെഷീൻസ് ആണ്. അതായത് പ്രത്യേകിച്ച് ചില്ലൂപ്പിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ബോട്ടിലും നമ്മൾ മെഷീന്റെ അടുത്തായിട്ട് എത്തിക്കണം. ഇതാവുമ്പോൾ നമുക്ക് ബോട്ടിൽസിനെ ഒരു ടേബിളിൽ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മെഷീൻ അതിന്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്യാൻ പറ്റും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂടുതലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെമി ഓട്ടോമാറ്റിക് മെഷീൻ യൂസ് ചെയ്യാവുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്ത് ക്യാപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഡക്ട്സ് വെക്കാം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെപ്പറേറ്റ് പ്രസ് ചെയ്യാനോ സീൽ ചെയ്യാനോ നിൽക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഡക്ട്സിനെ ഇൻഡക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് വന്ന ബോട്ടിൽ ഞാനിവിടെ കളക്ട് ചെയ്തിരിക്കുകയാണ്. കളക്ട് ചെയ്ത ബോട്ടിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ ആ ഒരു സീലിംഗ് ആ ഒരു വേഡ് വന്ന് അല്ലേ അത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിലും നല്ല 100% സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു പാക്കിങ് കോട്ടിങ് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം എന്ത് പ്രൈസ് റേഞ്ച് ഒക്കെ വരും നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് മെഷീൻ സ്റ്റാർട്ടിംഗ് പ്രൈസ്? ഇതിപ്പോൾ സെമി ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 80,000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. മാനുവലൊക്കെ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 8,000 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഗ്രാജുവലി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഈ ചില സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലേബേഴ്സ് കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലോ രാവിലെയൊക്കെ ഇരുന്നത് റെഡി ആക്കിയിട്ട് ഒരു ഡേ ടൈമിൽ നമുക്ക് സെല് ചെയ്യാനായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പോകേണ്ടി വരും. അങ്ങനെ വരുന്നവർക്ക് ഈ മെഷീൻസ് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫില്ല് ചെയ്ത് ക്യാപ്പ് ചെയ്ത് ഇതിനകത്ത് വെച്ചാൽ മതി, മറ്റേതായിക്കോളും. അപ്പോൾ നിങ്ങളുടെ ടൈമിന് നമുക്ക് ഒരു സേവ് ചെയ്യാൻ പറ്റും. ഒരു 4 ടൈപ്പ് ഓഫ് ജോബ് ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു 2 ടൈംസിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു 4 മണിക്കൂർ കൊണ്ട് ചെയ്യണ പണി ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് നമുക്ക് അടുത്ത
കാര്യത്തിലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റിനെ എപ്പോഴും കട്ട് ഡൗൺ ചെയ്യാൻ ഈ മെഷീൻസ് ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഒരു 1000 ബോട്ടിലൊക്കെ പെർ ഡേ ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഈ മെഷീൻ്റെ കോസ്റ്റ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുമില്ല. നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ബോട്ടിൽസ് മാത്രമല്ല കേട്ടോ, ആയിരിക്കുന്ന പോലെയുള്ള വലിയ ബോട്ടിൽസ് ചെയ്യാവുന്ന ഡിഫറെന്റ് ഡയമീറ്ററിൽ ചെയ്യാവുന്ന മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഏതാണോ കണ്ടെയ്നർ, എന്താണ് യൂസേജ്, അതിനനുസരിച്ചൊക്കെ ഇത് മാറും. ഇത് തന്നെ ഇത് SS ബോഡിയാണ് വരുന്നത്, ഇത് തന്നെ MS ബോഡിയിലും വരുന്നതുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിനനുസരിച്ച് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു നോർമൽ രീതിയിലുള്ള കസ്റ്റമൈസേഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത റിക്വയർമെന്റ് ഉണ്ട്, അതൊക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഒരു പീസിനൊക്കെ വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം ബൾക്ക് പ്രൊഡക്ഷനാണ് വരുന്നത്. അതാണ് അതിനകത്തുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഫില്ലിംഗ് മെഷീൻസിന്റെ ഒരുപാട് ലൈനപ്പ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പല സൈസിലും പല ബഡ്ജറ്റിലും ഒക്കെയുള്ള ഫില്ലിംഗ് മെഷീൻസ് ഉണ്ട്. സ്നേഹാസ് എങ്ങനെയാണ് കാര്യം? നമുക്ക് ഈ സെക്ഷൻ വരുന്നത് മെയിൻലി ഗ്രാനുവൽസും അതേപോലെ ഫ്രീ ഫ്ലോയിങ് പൗഡേഴ്സിനും വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. പൊടികളും തരികളോട് കൂടിയ പൊടികൾ. ഇത് വരുന്നത് 100 ഗ്രാം വരെയൊക്കെ ചെയ്യാവുന്ന ഫില്ലിംഗ് മെഷീനാണ് വരുന്നത്. ഇതിനകത്ത് ഗ്രാനുവൽസും ചെയ്യാം, പൗഡേഴ്സും ചെയ്യാം. മെറ്റീരിയൽ കൊടുക്കണ്ടേ. അതിനുശേഷം നമുക്ക് ആവശ്യമായ വെയിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ല് ചെയ്ത് തുടങ്ങും. ഇതിനകത്ത് നമ്മളിപ്പോൾ ചായപ്പൊടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചായപ്പൊടിയാണ് നമ്മൾ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് ചെറിയൊരു ഗ്രാനുവൽസ് ഉള്ള ചായപ്പൊടിയാണ് നമ്മൾ. മെറ്റീരിയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിന് ഇവിടെ കാണിച്ചാൽ ഇത് ഡിസ്പെൻസ് ചെയ്ത് നമ്മളുടെ പൗച്ചിലായിട്ട് തരും. ഓക്കെ, നമ്മൾ കൊടുത്ത വെയിറ്റിന് കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കവറിൽ വന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. തൊട്ടടുത്ത് തന്നെ അടുത്ത കവർ റെഡി ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതേപോലെ കാണിച്ചാൽ ഡിസ്പെൻസ് ചെയ്യും. ഇത് കണ്ടിന്യൂസ് ഒരു മിനിറ്റിൽ ഒരു 5 പാക്കറ്റ് മുതൽ 10 പാക്കറ്റ് വരെ ഡിപ്പെൻസ് ഓൺ പ്രോഡക്റ്റ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ കൗണ്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, കാണാൻ പറ്റും. ക്വാണ്ടിറ്റി, അതിന്റെ പ്രീസെറ്റ് കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇത് അതിന്റെ തന്നെ ഗ്രാനുവൽസ് മാത്രം ചെയ്യുന്ന മെഷീനാണ്. ഓക്കെ, ഇതിന്റെ 1 kg കപ്പാസിറ്റി വരുന്ന മെഷീനാണ് ഇത് വരുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടഡ് മെഷീൻസ് ആണ്. ഇനി നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീനാണ് ഇത് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 20 ഗ്രാം മുതൽ 1 കിലോ വരെ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. 20 ഗ്രാം മുതൽ 1 കിലോ വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സ്റ്റിറർ മോട്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൗഡേഴ്സ് ഒക്കെ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. 10 പ്രോഗ്രാമോളം നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് 10 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് സൈസസിൽ നമുക്ക് സേവ് ചെയ്യാം. ഇതൊക്കെ വരുന്ന ഏകദേശം 1.5 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് അളവ് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഏകദേശം ഒരു കവർ നമുക്ക് എടുക്കുകയാണ്. അരിപ്പൊടി, ഗോതമ്പ് പൊടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ടൈപ്പ് ഓഫ് പൗഡർ ആണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പെഡലുണ്ട് കേട്ടോ. പെഡൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വന്ന് ആ ഒരു അടുത്ത വീണിരിക്കുകയാണ്. അടുത്ത ബാച്ച് വന്ന് ഇതിലേക്ക് വീണിരിക്കുകയാണ്. ജസ്റ്റ് ആ ഒരു പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും അത് ആ ഒരു കവറിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു കട്ടിയുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും, അത്യാവശ്യം അരി അതുപോലെയുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്ത സാധനങ്ങളെ ഈ പൗച്ചിനെ സീൽ ചെയ്യാനുള്ള മെഷീൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സീലിംഗ് മെഷീൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്താൽ ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു മെഷീൻ്റെ നല്ല സീല് ചെയ്ത് ആ ഒരു പൗച്ചിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് സീൽ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അതെ, ഇതേപോലെ നമുക്കൊരു 10 mm വീതി വരുന്ന സീലിംഗ് നമുക്ക് വരും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇംപ്രഷൻ കൂടുതലായിരിക്കും, ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ പൗച്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ അതിൽ നിന്ന് കളക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക, അടുത്ത പൗച്ച് എടുക്കുക, പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കും. ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു 15,000 രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. 15,000 മാത്രമേ ഉള്ളൂ. അതെ, പക്ഷേ കണ്ടുകഴിഞ്ഞാൽ നല്ലൊരു മൂല്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, മാത്രമല്ല നിങ്ങളുടെ മേക്കും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു എല്ലാ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം CE സർട്ടിഫൈഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്പ്, ഡിഫറെന്റ് ഷേപ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഡിഫറെന്റ് കപ്പാസിറ്റി. ഇതൊരു എക്കണോമിക് മോഡൽ ബേസിക് മെഷീനാണ്. അതിന്റെ തന്നെ ഹെവി ഡ്യൂട്ടി മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി നമ്മുടെ നോർമൽ TT പൗച്ച്, സിംഗിൾ ലെയർ പൗച്ച് ഒക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചെയ്യാൻ പറ്റും. ഒരു 10-15 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗ്രാനുവൽസ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്രേവി ടൈപ്പ് പൗഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ കിടത്തിയിടുമ്പോൾ സ്പില്ലായി പോകാനുള്ള ചാൻസ് ഉണ്ട്.
അതിന് നമുക്ക് നിവർത്തി പാക്ക് ചെയ്യാനുള്ള ടൈപ്പ് മെഷീനാണ് വെർട്ടിക്കൽ മെഷീൻസ് എന്ന് പറയും. ഓക്കെ. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതേപോലെ പ്രോഡക്റ്റിനെ നിർത്തിവിടാം. അപ്പോൾ ഇത് തുളുമ്പി പോവോ പുറത്തേട്ട് വീഴുമോ എന്നുള്ള ടെൻഷനൊന്നും നമുക്ക് വേണ്ട. ഒന്നും വേണ്ട. സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ആയിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള പാക്കറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കിടത്തി വിടാതെ ഹൊറിസോണ്ടൽ ആയിട്ട് വിടുന്ന സംഭവം ഇതിൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ പ്രോഡക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻ ചൂസ് ചെയ്യാം. അതിന്റെ ഇത്രയും വൈഡ് റേഞ്ച് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതെല്ലാം ഈ പറയുന്ന പോലെ ഒരു സീലിംഗ് മെഷീൻസിന്റെ ഒരു വൈഡ് കളക്ഷൻസ് ആണ് കേട്ടോ. പല പല മോഡൽസ്, പല പല ബഡ്ജറ്റിൽ, പല പല ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ബിസിനസ്സിന് ചേരുന്ന ഐറ്റം നിങ്ങൾക്ക് ഇവിടെ വന്ന് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് കേട്ടോ. ടെക്നീഷ്യൻസിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിക്വയർമെന്റിന് സൂട്ട് ചെയ്യുന്ന മെഷീൻ പറഞ്ഞു കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇനി ഇത് നമുക്കൊരു അടിപൊളി മെഷീനാണ് ഇപ്പൊ ട്രെൻഡിങ് ഉള്ളത്. നമുക്കറിയാം ഇതേപോലെ നൈട്രജൻ ഫില്ല് ചെയ്തിട്ട് വരുന്ന ചിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നത്. ഇപ്പൊ നമ്മളുടെ ഈ മെഷീന്റെ പ്രത്യേകിച്ച് ഇൻബിൽട്ട് യൂണിറ്റാണ് വരുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ മെഷീനിൽ നമ്മൾ സൈഡിൽ ഒരു അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുള്ള മെഷീൻസ് ആണ്. ഇത് വരുന്ന ഇൻബിൽട്ട് യൂണിറ്റാണ് വരുന്നത്. ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ കവർ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങൾ കുറെ കൂടി പ്രോപ്പർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻബിൽട്ട് ആണ് യൂണിറ്റ് വരുന്നത്. മറ്റു നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ചെറിയ കുഴപ്പങ്ങളൊക്കെ അതിനകത്ത് വരാം. അപ്പൊ കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻബിൽറ്റ് യൂണിറ്റ് ആണ് എപ്പോഴും നല്ലത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ പൗച്ച് നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഇത് നോസിലിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചിപ്സ് ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ ചിപ്സ് ഒരുപാട് നാള് കേടുകൂടാതെ ഇരിക്കാനായിട്ട് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ തന്നെ SS ബോഡിയാണ് ഈ കാണുന്നത്. അത് തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള MS ബോഡിയും ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതൊരു അഡ്വാൻസ്ഡ് ബാൻഡ് സീലർ ആണ് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതുപോലെ വാക്വം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നൈട്രജനും ഫ്ലഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്കൊരു ബാച്ച് നമ്പർ കൂടി പ്രിന്റ് ചെയ്യാൻ പറ്റും. ബാച്ച് നമ്പർ ഒറ്റ നമ്പർ മാത്രമാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അതും പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണെങ്കിൽ നൈട്രജൻ ഫ്ലഷ് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ പ്ലേസ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോവാണ്. അപ്പോൾ ബാച്ച് കോഡ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതും ആ ഒരു പ്രോസസ്സും ഈ ഒരു റണ്ണിങ് ടൈമിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് എന്ത് സബ്സ്റ്റൻസ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് വാക്യൂം സീലിംഗ് ചെയ്യാം കേട്ടോ. സ്നേഹദാസ് ഈ പാക്കറ്റിൽ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വാക്യൂം സീലിംഗ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ വളരെ സിമ്പിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിന്റെ നൈട്രജൻ ഫ്ലഷിങ്ങിനെ ഓഫ് ചെയ്യാം. ഇതെല്ലാം ജസ്റ്റ് ഒരു സ്വിച്ചിൽ ഉള്ള പരിപാടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ ഈ നോസിലിനകത്തിട്ട് പ്ലേസ് ചെയ്യാം. ആൻറ്റി പെഡൽ സ്വിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഇതേപോലെ വാക്വം ആവും. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സെക്കൻഡിൽ താഴെയാണ് അത് വാക്യൂം ആയത് കേട്ടോ. അതിന്റെ ഉള്ളിൽ എയർ കംപ്ലീറ്റും വലിച്ച് എടുത്ത് നല്ല അടിപൊളി സീൽഡ് ആയിട്ടുള്ള പാക്കിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനകത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 90% വാക്കുമാണ് ആവുന്നത്. ഇതായതുകൊണ്ട് ഇതിന്റെ തന്നെ നമുക്ക് ചേമ്പേർഡ് വാക്വം മെഷീൻസ് ഒരു 99% വാക്വം ചെയ്യാൻ പറ്റുന്ന ഹെവിയർ മെഷീൻസ് നമുക്കുണ്ട്. എന്തായാലും ഈ മെഷീന്റെ പ്രൈസ് അറിയാനായിട്ട് ഓഡിയൻസിന് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇത് നമുക്ക് ഏകദേശം ഒരു 1 lakh rupees അടുത്ത് റേഞ്ച് വരുന്നതാണ്. റേറ്റ് ഇടയ്ക്കിടയ്ക്ക് ഡിഫറൻസ് വരും. കാരണം ഡോളർ റേറ്റ് ഒക്കെ മാറുന്നതനുസരിച്ച് ഡിഫറൻസ് വരും. ഇതെല്ലാം നമ്മളുടെ ബ്രാൻഡിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീൻസാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് തന്നെയാണ്. ഇതിവിടെ മാനുഫാക്ചർ ചെയ്യാനുള്ള പല ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം വരുന്നത് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൊണ്ടുപോയി സോഴ്സ് ചെയ്യുന്ന മെഷീൻസാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഏകദേശം 25 വർഷങ്ങളായി ഈ ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ മെഷീൻസൊക്കെ വരുമ്പോഴും ഓരോ തവണ ഡോളർ റേറ്റിനകത്തോ ഇമ്പോർട്ട് റേറ്റിനകത്തൊക്കെ വരുന്ന ചെറിയ വേരിയേഷൻസ് ഇതിനകത്ത് വരാം. അതുകൊണ്ടാണ് നമുക്കൊരു എക്സാക്ട് ഒരു പ്രൈസ് ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാൻ പറ്റാത്തത്. അപ്പോൾ ഓരോ ബാച്ച് വരുമ്പോഴും ചെറിയ ഡിഫറൻസ് വരാം. ഏകദേശം ഒരു 1 lakh rupees ഉള്ളിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് മെഷീൻസ് അല്ലേ? മെഷീൻസ് വാങ്ങിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെങ്കിൽ സ്പെയർസ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സെക്ഷനിൽ നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഒരു 99% ഓഫ് സ്പെയർസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പെയർ യൂണിറ്റ് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ലൈഫ് ലോങ് സർവീസ് സപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള എല്ലാ മെഷീൻസിനും നമുക്ക് 6 months മുതൽ 1 year വരെയാണ് വാറണ്ടി വരുന്നത്. ബാൻഡ് സീലറുകളൊക്കെ വരുന്ന ഹെവി ഡ്യൂട്ടിക്ക് നമുക്ക് ഏകദേശം 2 വർഷം വരെ അതിൻ്റെ മോട്ടോർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. വാക്വം സീലേഴ്സ് ആണെങ്കിൽ അതിനൊരു 2 year വരെ പമ്പ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പെയ്ഡ് സർവീസും കാര്യങ്ങളും അവൈലബിൾ ആണ്. വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇതിന്റെ യൂസ് എങ്ങനെയാണ്? ഇത് വരുന്ന 5 കിലോ കപ്പാസിറ്റി മെഷീനാണ്. മറ്റേ കണ്ട് നമ്മൾ 1 kg മെഷീൻസ് ആണ്. ഇതാവുമ്പോൾ നമുക്ക് ഇതിന്റെ കവറിന്റെ ഹൈറ്റിനനുസരിച്ച് ഇതിന് നമുക്ക് അതിന്റെ ഒരു ഹെഡ് നമുക്ക് മറ്റേതിനകത്ത് പറ്റും. മാനുവലി നമ്മൾ പൊക്കുന്നതും ചെയ്യണം.
ഇത് നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മാറും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ 5 kg വരുന്ന ബാഗ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനിവിടെ പ്ലേസ് ചെയ്യാം. നമ്മുടെ ഹൈറ്റ് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ഇതിനെ മെഷീന്റെ ഹെഡിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. വെക്കുക. ഇപ്പൊ അരിയാണ് 5 കിലോ അരിയാണ് പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് ഇതിനകത്ത് ആ ഒരു കൺവേ ബെൽറ്റിലേക്ക് നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ അരി നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്ത് കിട്ടും. വേണമെങ്കിൽ ഇതിലും വേണമെങ്കിൽ നമുക്ക് ആ ഒരു നൈട്രജൻ ഫ്ലഷിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതേപോലെ നമുക്ക് വലിയ പാക്കറ്റ്സ് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന വലിയ പാക്കറ്റ്സ് ആണെങ്കിലും നമുക്ക് അത് ചെയ്യാനുള്ള പ്രൊവിഷൻ മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് 5 kg മെഷീനാണ് വരുന്നത്. ഇതിന്റെ തന്നെ 15 kg 30 kg ഒക്കെ അവൈലബിൾ ആണ്. വളരെ വ്യത്യസ്തമായിട്ടൊരു മെഷീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. എല്ലാ പ്രൊഡക്ട്സും ഇതുപോലെ ബാച്ച് ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിംഗിൽ നമുക്ക് വരുന്നതാണ്. അപ്പൊ അത് ചെയ്യാനുള്ള മെഷീനാണ് ഇത്. എങ്ങനെയാണ് വർക്കിംഗ്? എങ്ങനെയാണ്? നമുക്ക് ഇത് പല ടൈപ്പ് വരുന്നുണ്ട്. ഏറ്റവും ബേസിക് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ മെഷീൻസ് ആണ്. ഇത് ഹോട്ട് എയർ ഗൺ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്തുള്ള ഷ്രിങ്ക് സ്ലീവ് ഇട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും ആ ഒരു പ്ലാസ്റ്റിക് അതിൽ നല്ല പിടിച്ച് ഇരിക്കുകയാണ്, സെറ്റ് ആയിട്ടിരിക്കും. ഹോട്ട് എയർ ഗണ്ണാണ്. അതെ, ഹോട്ട് എയർ ഗണ്ണാണ്. ഇതേപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിനൊരു സ്ലീവ് പോലെ കവർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാൻ പറ്റും. ഇതേപോലെ ബാച്ച് നമുക്ക് മാനുവലി നമുക്ക് ഈ ഗൺ ഉപയോഗിച്ച് ചെയ്യാം. കുറച്ചുകൂടി പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ് ഇത്. ആ ഒരു ബാച്ച് ഓഫ് പ്രൊഡക്റ്റിനെ സ്നേഹാസ് ആ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും അത് കംപ്ലീറ്റ്ലി ആ ഒരു ബാച്ച് ഓഫ് പ്രൊഡക്റ്റ് എന്താ പറയുക പ്ലാസ്റ്റിക് റാപ്പിന്റെ ഉള്ളിലായിട്ട് ഇതുവരെ വന്നിരിക്കുകയാണ് കേട്ടോ. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റാപ്പായിട്ട് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ലുലു മാളിലൊക്കെ ചെല്ലുമ്പോൾ പല പല പ്രൊഡക്ട്സും ഇതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പിന്റെ ഉള്ളിൽ വരുന്നത് ഒരു കോമൺ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സും ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെഷീൻ ചൂസ് ചെയ്യാം. എങ്ങനെ എന്ത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് മെഷീൻ? ഇതൊക്കെ വരുന്നത് ഒരു 40,000 ആ റേഞ്ചിലേക്കാണ്. 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ വരുന്നത് നമുക്ക് ഏകദേശം ഒരു 85 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. ഇത് 3 ഫേസ് കണക്ഷൻ വരുന്ന 6 കിലോ വാട്ടിന്റെ വലിയ മെഷീൻസ് ആണ്. ഇതിന്റെ തന്നെ ഇതിലും വലിയ മെഷീൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് 2 ലിറ്റർ വെള്ളമൊക്കെ പോകാൻ പറ്റുന്ന ഹൈറ്റ് ഉള്ള മെഷീൻസും വരുന്നുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പോൾ നമ്മൾ ലുലുവിലേക്ക് ചെന്നാൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് റാപ്പിൽ വരുന്ന ഒരു ഐറ്റം. ലുലുവിൽ മാത്രമല്ല, ഇപ്പൊ നോർമൽ ആയിട്ടുള്ള പല സൂപ്പർ മാർക്കറ്റിലും ചെറിയ ചെറിയ കടകളിൽ പോലും ഇങ്ങനെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. നോക്കിയാൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ജസ്റ്റ് അതിലേക്ക് വെക്കുന്നു, ഒന്ന് റാപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഒരു സർഫസിൽ ഒന്ന് കൊട്ടിയാൽ മാത്രം മതി. നോക്കിയാൽ കണ്ടെയ്നർ അടിപൊളിയായിട്ട് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് ഇതേപോലെ വരും. ഇതേപോലെ നമുക്ക് മഷ്റൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മീറ്റ് ഒക്കെ നമുക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മീറ്റും കാര്യങ്ങളും ഇറച്ചിയൊക്കെ ഇതുപോലെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കാണുന്നത് നമ്മളുടെ ഒരു മിൽക്ക് പാക്കിംഗ് മെഷീനാണ്. മിൽക്ക് പാക്കിംഗ് മെഷീൻ, അതായത് പാല് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട്. മെയിൻലി ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം നമ്മുടെ മിൽമേഡയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കമ്പനികളുടെ എല്ലാം പൗച്ചിലായിരിക്കും പാല് വരുന്നത്. അവരുടെ ബ്രാൻഡ് പ്രിന്റോട് കൂടി വരും. അതൊക്കെ ചെയ്യുന്നത് മിനിമം ഒരു 8 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ വരുന്ന മെഷീൻസിലാണ് ചെയ്യുന്നത്. അപ്പം അതേസമയം ഒരു 100 ലിറ്ററൊക്കെ പാലുള്ള ഒരാൾക്ക് അത് അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. അപ്പം അവർക്ക് ഇതേപോലത്തെ പൗച്ച് ബ്രാൻഡ് ചെയ്ത് പൗച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് മാനുഫാക്ചേഴ്സ് ഇവിടെ ഉണ്ട്, അവർ റെഡിയാക്കി കൊടുക്കും. ആ പൗച്ചിന് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഇതിനകത്തായിട്ട് പ്ലേസ് ചെയ്യാം, എന്നിട്ട് ഇവിടെ സീൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള 500 ml ആണെങ്കിൽ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പാക്കറ്റായിട്ട് സീൽ ചെയ്യും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു മിൽമയുടെ പൗച്ച് വരുന്ന ഔട്ട്പുട്ടിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ വരുന്ന ഒരു 15,000 രൂപ റേഞ്ചിൽ വരുന്ന മാനുവൽ മെഷീനാണ്. മിൽക്ക് പാക്ക് ചെയ്യുന്ന മറ്റൊരു മെഷീനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു 3, 4, 5 പശു ഒക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലെ വേണമെങ്കിൽ പ്രൊഫഷണലി നമുക്ക് ചെയ്യാൻ പറ്റും. പാല് പാക്കറ്റ് ആയിട്ട് മിൽമ പാല് പോലെ നമുക്ക് ആക്കിയെടുത്ത് വിൽപ്പന നടത്തണമെങ്കിൽ ഈ ഒരു മെഷീൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ നമുക്ക് ഇതേപോലെ കവറിനകത്ത് പ്ലേസ് ചെയ്യാൻ ആവശ്യമായ അളവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അളവൊക്കെ സെറ്റ് ചെയ്യാനുള്ള റീഡിങ്ങും കാര്യങ്ങളും മീറ്ററൊക്കെ വളരെ സിമ്പിൾ ആട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഇന്റർഫേസ് ആണുള്ളത്. അതെ, എന്നിട്ട് അതിനുശേഷം ഇതിന് പ്ലേസ് ചെയ്യാൻ ഒരു പെഡലുണ്ട് താഴത്തെ. ആ പെഡല് ജസ്റ്റ് ഒന്ന് ചവിട്ടിയാലും മാത്രം മതി, ഓട്ടോമാറ്റിക് ആയിട്ടും ആ ഒരു കവറിലേക്ക് ആ ഒരു പാലാണെങ്കിലും എന്ത് ലിക്വിഡ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിറയും. ഇവിടെ സീലാവും, അതോടൊപ്പം തന്നെ ഫില്ലിംഗ്
സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ ഒരു മിൽമ പാലിന്റെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഇതുപോലെ നമുക്ക് സീൽ ചെയ്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് പാൽ ഇങ്ങനെ വിൽപ്പന നടത്താനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു മെഷീൻ. ഇതൊക്കെ നമുക്കൊരു ഏകദേശം ഒരു 70,000 റേഞ്ചിനുള്ളിൽ നമുക്ക് ചെയ്യാം. 70,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു 5 ലക്ഷം 6 ലക്ഷം രൂപയുടെ മെഷീന്റെ എഫക്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഈ ഒരു പാക്കറ്റിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്ത് ബ്രാൻഡ് നെയിം വേണമെങ്കിലും അടിച്ചേരുന്ന കമ്പനീസ് ഉണ്ട്. ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഒരു ബക്കറ്റ് ഒരു ഫുഡ് വാൽവോട് കൂടിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോൾ ഉള്ള കണ്ടെയ്നറിനകത്തായിട്ട് ഈ ഫുഡ് വാൽവ് ഇട്ടാൽ മതി. നമുക്ക് വേറെ സെറ്റപ്പുകളൊന്നും മാത്രമാണ് വേറെ എന്തൊക്കെ പാല് ചെയ്യാൻ, നമുക്ക് വെളിച്ചെണ്ണ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എന്തെങ്കിലും ലിക്വിഡ്സ് ആയിട്ടുള്ള ഫിനോയിൽ പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പൗച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ട്രാപ്പിംഗ് മെഷീൻ ഇതേപോലത്തെ നമുക്ക് വള്ളി കെട്ടാനായിട്ട് ഉപയോഗിക്കും. പലരും കൈ കൊണ്ടൊക്കെ വലിച്ചു കെട്ടുമായിരിക്കും, ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതേപോലെ സ്ട്രാപ്പിനെ നമുക്ക് ഇതിന് വട്ടം ഇട്ടിട്ട് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ഈ സ്ലോട്ടിലേക്ക് വെച്ച് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടെൻഷനിൽ വലിച്ച് ടൈറ്റ് ചെയ്ത് സീൽ ചെയ്യും. ഇതേപോലെ വന്നു. ഇനി നമുക്ക് അടുത്ത് നീക്കി വെച്ച് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ എടുത്ത് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വള്ളി എടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി വള്ളി പ്ലേസ് ചെയ്ത് മെഷീൻ തന്നെ ചെയ്യും. അതും നമുക്കൊന്ന് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് ടേപ്പ് ഒട്ടിക്കുന്ന മെഷീനും കൂടിയാണ്. ടേപ്പ് ഒട്ടിച്ച് സ്ട്രാപ്പ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്, ചെയ്യാൻ പറ്റുന്നത്. അതിന് തന്നെ നമുക്ക് എടുത്ത് ഇതേപോലത്തെ ഈ മെഷീനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഫിലിം, നമ്മുടെ ക്ലിങ് ഫിലിം എന്ന് പറയും, ഫിലിം റാപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മഴയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ മെറ്റീരിയൽസൊക്കെ അയക്കുമ്പോൾ അതിനകത്ത് മഴയോ ഈർപ്പമൊക്കെ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് ചീത്തയായി പോകാനും കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ മാനുവലി ചുറ്റുന്നതിന് പകരം നമ്മൾ മെറ്റീരിയൽ വെച്ച് കൊടുത്താൽ മെഷീൻ അത് ഹോൾഡ് ചെയ്ത് ഇത് ചുറ്റും. ബോക്സിനെ ഇവിടെ പ്ലേസ് ചെയ്യുക, ഈ ഫിലിമിനെ വലിച്ച് ഇതിനകത്തിട്ട് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം എത്ര ടേൺ വേണം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് ഒന്നുകൂടി തിരിച്ച് വെച്ച് ഒരു സൈഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെയും ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ ഫിലിമിനെ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ പ്രോഡക്റ്റ് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മഴക്കാലത്തൊക്കെ ഈ ഒരു സംഭവം റാപ്പിംഗ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. തീർച്ചയായിട്ടും. അതേപോലെ എക്സ്പോർട്ട് ചെയ്യുന്നവർ ഇതേപോലെ റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. കുറേ കൂടി നമുക്ക് ഇതിനകത്ത് ബോക്സ് കംപ്ലൈൻറ്റ് വരാതെ ഡാമേജ് വരാതെയൊക്കെ എത്തിക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ഇത് കാണാം. നമുക്ക് സ്ട്രാപ്പിങ്ങും ഇതിൻ്റെ ടേപ്പിങ്ങും കൂടിയിട്ടുള്ളൊരു ഇത് നമ്മളുടെ പ്ലാന്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ യൂണിറ്റ് വരുന്നത്. ഇതൊരു ടേപ്പിംഗ് മെഷീനാണ്, അതേപോലെ ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീനാണ് വരുന്നത്. ഇത് നമ്മളുടെ തന്നെ പ്രൊഡക്ഷൻ ലൈനാണ്. ഇപ്പോൾ നമ്മളുടെ ഹാൻഡ് സീലേഴ്സ് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് പാക്കിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ഹാൻഡ് സീലർ എങ്ങനെയാണ് അല്ലേ ഒരു പാക്ക് ചെയ്യുന്ന ഡെമോ ആണ് ഇവർ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതേപോലെ പ്ലേസ് ചെയ്തു മെഷീൻസ്, അത് തന്നെ ബോക്സ് അടയ്ക്കുക. ഇതിന് താഴെ മുകളിലും സെയിം ടൈമിൽ തന്നെ ടേപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കടത്തി വിടേണ്ട താമസം, കടത്തി വിട്ടാൽ മാത്രം മതി. അതിലേക്ക് ഒരു ടേപ്പ് വന്ന് കംപ്ലീറ്റ്ലി റാപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ഇതിനകത്തേട്ട് കയറ്റി വെച്ചത് ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീനാണ്. ജസ്റ്റ് പ്ലേസ് ചെയ്യുക, സ്വിച്ച് അമർത്തുക, സ്ട്രാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രാപ്പായി. നീക്കി വയ്ക്കുക, സ്വിച്ച് അമർത്തുക, ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രാപ്പായി. അപ്പൊ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു മിനിറ്റിൽ താഴെ കംപ്ലീറ്റ് പിന്നെ തീർച്ചയായിട്ടും ടേപ്പ് ചെയ്ത് നമ്മൾ സ്ട്രാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ടേപ്പൊക്കെ ഈ പറയുന്ന പോലെ വളരെ മിനിമൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാനുവലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ചിലപ്പോൾ ടേപ്പ് വേണ്ടി വരും. കാരണം നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതൊക്കെ കറക്റ്റ് മെഷീനിൽ അലൈൻമെന്റിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു നല്ല പ്രൊഡക്ഷൻ യൂണിറ്റിലൊക്കെ ആണെങ്കിൽ അവരുടെ വർക്കിനെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കട്ടപ്പനയിലൊക്കെ ഉള്ള പല സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നമ്മളുടെ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു കണ്ടെയ്നർ വന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് പാക്ക് ചെയ്ത് ലോഡ് ചെയ്യണം. അപ്പോൾ അവിടെ മാനുവലി ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പിന്നെ അതേപോലെ തന്നെ ഈ ടേപ്പ് ഒക്കെ ഒട്ടിച്ചേക്കുന്നതിന്റെ ലുക്ക് വരെ നമ്മളുടെ ബ്രാൻഡ് വാല്യൂവിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ. അത് കറക്റ്റ് നല്ല ഇംപ്രഷനിൽ ടൈറ്റ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. തീർച്ചയായിട്ടും എക്സ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക്
പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു നമ്മുടെ ഒരു പാക്കേജിന്റെ സ്റ്റാൻഡേർഡ് എല്ലാവരും ഒബ്സർവ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പേസ്റ്റ് ബാറ്റർ ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന മെഷീൻസിന്റെ സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബാറ്റർ ഫില്ലിംഗ് മെഷീൻസ് ആണ്. അതെ, അതായത് നമുക്ക് പേസ്റ്റ് രൂപത്തിലുള്ള കട്ടിയുള്ള സബ്സ്റ്റൻസ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഓക്കെ. ഇത് വരുന്നത് ഒരു മാനുവൽ പേസ്റ്റ് ഫില്ലറാണ്. ഇപ്പോൾ നമുക്ക് ക്രീം, കോസ്മെറ്റിക് ഐറ്റംസ് അതൊക്കെ ചെയ്യാവുന്ന, നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് ഇതേപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി അല്ലേ? അതെ. നോക്കി ആ ഒരു ബാറ്റർ അല്ലെങ്കിൽ ആ ഒരു പേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം നമുക്ക് അതിലേക്ക് വന്ന് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് 50 ml വരെ കപ്പാസിറ്റി ഉള്ളതുണ്ട്, അതേപോലെ 100 ml വരുന്നതുണ്ട്, അതിനകത്ത് തന്നെ ന്യൂമാറ്റിക് സെറ്റപ്പ് വരുന്നതുണ്ട്. അപ്പോൾ പല രീതിയിൽ നമ്മളുടെ യൂസേജിനനുസരിച്ച് നമുക്ക് ഇതേപോലെ നമുക്ക് പ്രോഡക്ട്സിനെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് ദോശമാവ്, ഇഡ്ഡലി മാവ്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന 1000 ml കപ്പാസിറ്റി വരുന്ന ഒരു മെഷീനാണിത്. ഇത് ന്യൂമാറ്റിക് മെഷീനാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ പൗച്ച് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പെഡൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്താൽ മാത്രം മതി. ആ ഒരു പാക്കറ്റിന്റെ ഉള്ളിലേക്ക് ദോശമാവ്, ഇഡ്ഡലി മാവൊക്കെ വന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്യാണ്. ഇതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്? ക്വാണ്ടിറ്റി നമുക്ക് പ്രീസെറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് അതിന്റെ ഒരു സ്കെയിൽ വരുന്നുണ്ട്. അതിനകത്ത് സ്കെയിലിൽ നമുക്ക് സെൻസറിനെ സെറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ അളവിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നോക്കിയാണ് ഇപ്പോൾ ഇതിങ്ങനെ ഫില്ല് ചെയ്തു. ഇതിന് നേരെ നമുക്ക് ബാൻഡ് സീലറിൽ സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ഇവിടുത്തെ തന്നെ ടീടെക്കിന്റെ തന്നെ ബാൻഡ് സീലറിൽ സ്നേഹദാസ് ഒരു ദോശമാവ് സീൽ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബാൻഡ് സീലറിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ആ ഒരു ലിക്വിഡ് കണ്ടോ, ആ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ബാൻഡ് സീലർ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാവൊന്നും താഴത്തേക്ക് പോവില്ല. അടിപൊളിയായിട്ട് ആ ഒരു ദോശമാവ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നോക്കിയാൽ നല്ല പെർഫെക്റ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ആ ഒരു രൂപത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്ട്സും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ബിസിനസ് ഷെഡ്യൂൾ ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലേബറെ കൊണ്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്യലും സീൽ ചെയ്യലും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പേസ്റ്റിന്റെ കണ്ടു. പേസ്റ്റിന്റെ തന്നെ നമുക്ക് 5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന മെഷീൻസ് അവൈലബിൾ ആണ്. അതിന്റെ തന്നെ ഇതിപ്പോ സിംഗിൾ ഹെഡ് മെഷീനാണ്, ഡബിൾ ഹെഡ് വരുന്നതുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മെഷീൻസ് ചെയ്യാം. പിന്നെ ലിക്വിഡ്സ് ഇപ്പൊ നമുക്ക് ഫിനോയിൽ ആവട്ടെ അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് ഓയിൽസ്, ഹെയർ ഓയിൽസ് ഒക്കെ ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ ഈ ടൈപ്പ് മെഷീൻസ്. ഇത് ഡയഫ്രം പമ്പ് ബേസ് ചെയ്തിട്ടുള്ള ടൈമർ സെറ്റിങ്ങിലുള്ള ഒരു മെഷീനാണ്. നമുക്ക് ആവശ്യമായ ഇത് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ബോട്ടിൽ പ്ലേസ് ചെയ്യുക, പെഡൽ സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് വരും. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്യാപ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് ക്യാപ്പ് ചെയ്തൊക്കെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അതിൻ്റെ തന്നെ ഡബിൾ ഹെഡാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ് ഈ കാണുന്ന ന്യൂമാറ്റിക് ഫില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതെവിടെയാണ് നമ്മൾ ഈ അളവ് സെറ്റ് ചെയ്യുന്നത്. ഈ നമുക്ക് നോബ് ഉപയോഗിച്ച് നമുക്കിതിനെ മൂവ് ചെയ്ത് നമുക്ക് അളവ് വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇതിനകത്തൊന്ന് ഒരു ഡെമോ നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ബോട്ടിലിൽ ഈ നോസിലിൽ പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം ഒരു പെഡൽ സ്വിച്ച് വരുന്നുണ്ട്. കാല് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും അതെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ml ഉള്ള ലിക്വിഡ് നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഫിൽ ആവും അല്ലേ? ഇതേപോലെ ഫിൽ ആയി. ഓക്കെ, വെരി ഗുഡ് കണ്ടോ. അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും അത് ഓഫ് ആവുകയും ചെയ്യും. അതെ. അപ്പോൾ ഇതിന് നമുക്ക് ഓട്ടോ മോഡിൽ ഇടാം. പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ വന്നുകൊണ്ടിരിക്കും. ആ സ്പീഡിൽ നമ്മൾ ബോട്ടിൽ മാറ്റി കൊടുക്കണം എന്നുള്ളൂ. നമ്മളുടെ പ്രൊഡക്ഷൻ സ്പീഡിനനുസരിച്ച് നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ബോട്ടിൽസിലൊക്കെ ഫില്ല് ചെയ്യുന്നതാണ്. ഇതേപോലെ ഈ ബോട്ടിൽസിനകത്ത് ലേബൽ ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പം നമ്മൾ മാനുവലി ഒട്ടിക്കുമ്പോൾ അത് ചരിഞ്ഞു പോകും. പിന്നെ നമ്മൾ കയ്യിലെ ഒരു ഫിംഗർ പ്രിന്റ് അതിൻ്റെ ഗമ്മിനകത്ത് വരാം. അപ്പം അതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് പ്രത്യേകിച്ച് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാകുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്പീഡിൽ നമുക്ക് ലേബൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ഡിഫറെൻറ്റ് മെഷീൻസ് നമുക്ക് ലേബലിംഗ് മെഷീൻ. അതെ, ഇത് അതിനകത്ത് ബേസിക് മോഡൽ മെഷീനാണ് വരുന്നത്. ഒരു 15,000 റേഞ്ചിലൊക്കെ വരുന്ന മെഷീനാണ്. ഇത് നമുക്ക് ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഒരു ലേബൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു നോക്കിയാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഈവൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു മെഷീനാണെന്ന് പറയാൻ സാധിക്കും. 15,000 ആണല്ലേ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇത് അതിൻ്റെ സെമി ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ബോട്ടിലിനെ ജസ്റ്റ് പ്ലേസ് ചെയ്യുക, ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ വെച്ചിരിക്കുന്ന ബോട്ടിൽ നമുക്ക് ഇതേപോലെ ലേബൽ ചെയ്ത് ഔട്ട്പുട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ബാസ്കോഡൊക്കെ നമുക്ക് ഓപ്ഷനുള്ള മെഷീനുണ്ട്. അപ്പോൾ അതിൻ്റെ കാട്രിഡ്ജ് ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ TIJ പ്രിൻ്ററാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് കാട്രിഡ്ജ് ഇട്ട് കൊടുക്കുക, ടച്ച് സ്ക്രീനിൽ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ബോട്ടിൽ പ്ലേസ് ചെയ്യുക.
ബോർഡിലൊന്ന് പ്ലേസ് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് അതൊന്ന് കാണിക്കാം. അതെ, നമുക്കിത് ഇതേപോലെ ബാച്ച് നമ്പറും ഇതൊക്കെ കൂടി പ്രിന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വരും. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് കുറച്ചുകൂടി നീളം കൂടിയ ബോട്ടിൽസ്, അതായത് ഇതിനകത്തൊക്കെ വരുന്ന 150 mm വരെ വരുന്ന വിഡ്ത്തിലുള്ള സ്റ്റിക്കറുകളാണ് വരുന്നത്. കുറച്ചുകൂടി നീളം കൂടിയ ബോട്ടിൽസ് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയുടെ ഒക്കെ ചെയ്യാവുന്ന വലിയ മെഷീനാണ് ഈ കാണുന്നത്. ഇത് ഇതേപോലെ തന്നെ ബോട്ടിൽ പ്ലേസ് ചെയ്യുക, നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റിക്കറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതേപോലെ നമുക്ക് ബോട്ടിൽസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂമാറ്റിക് മെഷീനാണ് ഈ കാണുന്നത്. ഇതാകുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ ബോട്ടിൽ പ്ലേസ് ചെയ്യുക. പിന്നെ ഒരു പെഡൽ സ്വിച്ച് വരുന്നുണ്ട്, പെഡൽ സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഞെക്കി അത് സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് പുറത്ത് വരും. അപ്പോൾ ഈ ലേബലിംഗ് മെഷീൻ, റൗണ്ട് ബോട്ടിൽ ലേബലിംഗ് മെഷീൻ്റെ വൈഡ് റേഞ്ച് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഫ്ലാറ്റ് ബോട്ടിലൊക്കെ വരുന്നതെങ്കിൽ ചില കസ്റ്റമൈസ്ഡ് മെഷീൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ഓർഡർ അനുസരിച്ചൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന അടുത്തൊരു മെഷീനാണ് ഇതേപോലത്തെ വരുന്ന ഫോയിൽ സീലേഴ്സ് എന്ന് പറയും. അതെ, ഈ ജ്യൂസ് അങ്ങനെയുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതേപോലത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ് നമുക്ക് ഇതേപോലെ അതിനകത്ത് ജ്യൂസോ നമ്മളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതേപോലത്തെ ഫോയിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഫോയിലിനെ പ്ലേസ് ചെയ്യുക. ജസ്റ്റ് ഇതിനൊന്ന് അകത്തായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അതെ, ഓട്ടോമാറ്റിക് ആയിട്ടും അത് നമുക്ക് ഇതേപോലെ സീൽ ചെയ്ത് കിട്ടും. നമുക്ക് ലീക്ക് പ്രൂഫ് ആയിട്ട് സീൽ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ജ്യൂസ് കടയിലൊക്കെ ജ്യൂസ് പാഴ്സൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. 7000 രൂപ റേഞ്ചിലേക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, പിന്നെ അതിൻ്റെ തന്നെ വേറൊരു മെഷീനാണ് നമുക്ക് ഇതേപോലെ അറിയാം, നമ്മുടെ ഈ പോപ്കോൺ ഒക്കെ വരുന്നത്, അത് ചെയ്യാവുന്ന ഒരു മെഷീനാണിത്. കപ്പ് സീലർ എന്ന് പറയും. ഇതേപോലെ പോപ്കോൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫിലിമിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ലിവർ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പിടിച്ചാൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കൊടുക്കാനും സാധിക്കും. വെരി പെർഫെക്റ്റ്. അതിൻ്റെ തന്നെ 2 മോഡൽസ് ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഓൾറെഡി ട്രെൻഡിങ് ആയിട്ടുള്ള മെഷീനാണ് ട്രേ സീലർ എന്ന് പറയുന്നത്. അതെ, നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തവർക്ക് പരിചയം ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ ഫുഡ് പ്രോഡക്റ്റ്സ് ഇതേപോലെ നമുക്ക് ട്രേ സീലർ സീൽ ചെയ്താൽ വരും. ഇതേപോലത്തെ ട്രേയിൽ നമ്മൾക്ക് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ബിരിയാണിയോ കറികളോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഫിലിം പ്ലേസ് ചെയ്യുക. ഈ ഹാൻഡിലിനൊന്ന് പ്രസ് ചെയ്യുക. അത്രേ ഉള്ളൂ. വളരെ ഈസി. ഇതേപോലെ നമുക്ക് അത് സീൽ ചെയ്ത് കിട്ടുന്നതാണ്. ഇത് സിംഗിൾ കട്ട് മെഷീനാണ് വരുന്നത്. 4 കട്ട് വരുന്ന മെഷീനുണ്ട് നമുക്ക്. പിന്നെ ഇതേപോലെ തന്നെ റൗണ്ട് ബോട്ടിൽ, അതായത് ഒരു 120 mm ഡയ വരുന്ന റൗണ്ട് ട്രേകൾ ചെയ്യാവുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇതൊക്കെ വരുന്നത് നമുക്ക് ഒരു 20,000 രൂപയുടെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. കസ്റ്റമൈസ്, അതെ തീർച്ചയായിട്ടും. അതേപോലെ കസ്റ്റമൈസേഷൻ വരുമ്പോൾ ചെറിയൊരു ചാർജസ് എക്സ്ട്രാ ഉണ്ടാവും. അതിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചായിരിക്കും ആ ഡിഫറൻസ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മുടെ പെരുന്നാൾ ടൈമിലൊക്കെ നമ്മൾ കൊടുക്കും അറേബ്യൻ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുന്ന ജ്യൂസൊക്കെ ചെയ്യാവുന്ന 2 ക്യാവിറ്റിയൊക്കെ ഉള്ള കപ്പ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സിലുള്ള മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. വാക്യൂം പാക്കിംഗ് മെഷീൻ്റെ വലിയൊരു ലൈനപ്പ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ ഒരു ചെറിയ മെഷീൻ, ഇപ്പോൾ ചെറിയൊരു ഹൗസ് ഹോൾഡ് പർപ്പസ് അല്ലെങ്കിൽ ചെറിയൊരു 3-4 പാക്കറ്റ് അല്ലെങ്കിൽ 10 പാക്കറ്റൊക്കെ ഡെയിലി ഉള്ളൂ, അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ചെറിയൊരു മെഷീനാണ് ഈ കാണുന്നത്. ചെറുതൊട്ടുണ്ട്. ഇതിന് നമുക്ക് 6 month വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. റിപ്പയറബിൾ മെഷീൻസ് ആണ്. അതെ. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 7,500 രൂപ റേഞ്ചൊക്കെയാണ്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി പ്രൊഡക്ഷൻ റേഞ്ച് മെഷീനാണ് ഈ കാണുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 35,000 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതെ, ഇതേപോലെ നമുക്കൊരു 99% വാക്വം ഫീൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. അതേപോലെ പാക്കറ്റിലാക്കിയിട്ട് പ്ലേസ് ചെയ്തതിന് ഉപയോഗിക്കേണ്ട പൗച്ച് വാക്വം പൗച്ചാണ്, സ്പെഷ്യൽ പൗച്ചാണ്. നോർമൽ പൗച്ചാണെങ്കിൽ ഈ എഫക്റ്റ് കിട്ടില്ല. ഇപ്പോൾ നൈലോണോ ടെഫ്ലോണോ കോട്ടിംഗ് ഉണ്ടാവും ഇതിനകത്ത്. വാക്വം ടൈമിങ്, സീലിംഗ് ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്യാം. കവറിൻ്റെ തിക്നെസ് പ്രോഡക്റ്റിനൊക്കെ അനുസരിച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തുമാത്രം വാക്വം ആവുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിനനുസരിച്ച് അതിന് വേണ്ട വാക്വം ടൈം, സീലിംഗ് ടൈമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് നമുക്കൊരു നല്ല ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഫൈനൽ പ്രോഡക്റ്റ് എടുക്കാൻ സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് വാക്യൂം ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൗച്ചിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓക്സിജൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. ഓക്സിജനാണ് ശരിക്കും ബാക്ടീരിയയ്ക്ക് വളരാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത്.
നമ്മളിതിനകത്ത് ചെയ്യുന്ന എയറിനെ വലിച്ചു കളഞ്ഞ് ബാക്ടീരിയക്ക് വളരാനുള്ള ഒരു അവസരം ഒഴിവാക്കുകയാണ്. അപ്പോൾ നോർമലി നമുക്കൊരു 75 മുതൽ 100% വരെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത്. ഓക്കെ, നോക്കി നല്ല 100% ആയിട്ട് വാക്യൂം പാക്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ നമുക്ക് അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി മെഷീനാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 2 ഹെഡ് വരുന്ന 16 ഇഞ്ചിൻ്റെ സീലിംഗ് വിഡ്ത്ത് വരുന്ന മെഷീനാണ് വരുന്നത്. പിന്നെ അന്ന് 2 സൈഡിലും നമുക്ക് ഓരോ പാക്കറ്റ് വീതം പ്ലേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പാക്കറ്റ്സ് അറ്റ് എ ടൈം ചെയ്യാൻ സാധിക്കും. ടൈം സേവിംഗ് ആണ്, ഈ പറയുന്ന പോലെ നമുക്ക് കോസ്റ്റ് സേവിംഗ് ആണ്, നമുക്ക് പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ഇപ്പോൾ കുറച്ച് ഹൈ സ്കെയിലുള്ള ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ചൂസ് ചെയ്തായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതെ അതെ, നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ. അതേപോലെ ഇതിൻ്റെ വാക്വം കപ്പാസിറ്റി കുറേ കൂടി കൂടുതലായിരിക്കും. നമുക്ക് ഈസിലി നമുക്ക് ഇതേപോലെ നോക്കി ആ ഒറ്റ ടൈം 2 പാക്കറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. നോക്കി നിസ്സാരമായിട്ടുള്ള ടൈം ഫ്രെയിമിലാണ് നമുക്ക് ഇത്രയും പാക്കിംഗ്, ആ ഒരു വാക്യൂം പാക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വളരെ ഗണ്യമായി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ തന്നെ അടുത്തൊരു മെഷീനാണ് ഈ കാണുന്നത്. ഇത് 500 എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ. ഇതിനകത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം 4 പാക്കറ്റ്സ്. 4 പാക്കറ്റ്സ് കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു മെഷീൻ പോർട്ടബിൾ ആണ്, അടിയിൽ ടയറാണ് വന്നിട്ടുള്ളത്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും, പ്ലേസ് ചെയ്യാവുന്ന. ഇപ്പോൾ ചില ഫാക്ടറീസിലൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ പല കശുവണ്ടി അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് നട്ട്സ് ഒക്കെ ചെയ്യുന്ന ഫാക്ടറീസ് ഉണ്ട്. മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് നമുക്കത് കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വരുമ്പോൾ നമുക്ക് 1 കിലോന്റെ 4 ബാഗ് വരെ നമുക്ക് ഇതേപോലെ വാക്വം ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെഷീൻ ഉണ്ട്, ഡബിൾ ചേംബർ വാക്വം സീലർ എന്ന് പറയും. ഇതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് 3 ഫേസ് ആണോ അല്ലെങ്കിൽ ഇതെല്ലാം സിംഗിൾ ഫേസ് ആണ്, സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഷീറ്റക്കിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ എല്ലാം സിംഗിൾ ഫേസിൽ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അതെ, നമ്മളുടെ അടുത്ത് കുറച്ച് മെഷീൻസ് മാത്രമാണ് 3 ഫേസ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഹീറ്ററുകൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പവർ കൺസപ്ഷൻ കൂടുതലായിരിക്കും. ബാക്കി ഒരുമാതിരി 95% ഓഫ് നമ്മുടെ മെഷീൻസും നോർമൽ സിംഗിൾ ഫേസിൽ ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻസ് ആണ്. ഇപ്പം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതേപോലെ വാക്വം ചെയ്യുന്നതിന് കുറേ ക്വാണ്ടിറ്റി ഒരുമിച്ച് ചെയ്യാനുണ്ടെങ്കിൽ മറ്റേതിനകത്തൊക്കെ നമ്മളൊരു പാക്കറ്റ് വെച്ച് അത് വാക്വമായി വന്ന വരെ നമ്മൾ ഐഡിയലാണ് വർക്കർ. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതേപോലെ പാക്കറ്റ്സ് നമ്മൾ ഇതേപോലെ വെക്കുക. 1 കിലോൻ്റെയൊക്കെയാണ് 6 പാക്കറ്റ്സ് അറ്റ് എ ടൈം ചെയ്യാം. ഒരു ഹെഡിൽ 3 എണ്ണം വീതം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചേമ്പറിനെ ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ വാക്കുമാവും. ഈ ടൈമിൽ നമുക്ക് ഇപ്പുറത്തെ ഹെഡിൽ നമുക്ക് ഇതേപോലെ മെറ്റീരിയൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു 6 ബാഗ് വെക്കുമ്പോഴേക്കുമാണ് ഇത് ഏകദേശം നമുക്ക് സീലിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇതേപോലെ എടുത്ത് അടുത്ത യൂണിറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കിവിടെ മാറ്റാം. ഓക്കെ. നോക്കിയേ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു എന്താ പറയുക വാക്യൂം പാക്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതെ, 100% വാക്യൂം പാക്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ പറയുന്ന പോലെ ഏലം ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക്, കശുവണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക്, പിസ്ത ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ഒരു കമ്പനീസിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് വരുന്ന ലാമിനേറ്റഡ് പൗച്ചസിൽ സിപ്പപ്പ് ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 80,000 രൂപ കോസ്റ്റിൽ വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. നമുക്ക് അളവ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതിന്റെ ലെങ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് ഇത് നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് പിക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് മിനിറ്റിൽ ഒരു 10 പാക്കറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലോ കോസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. അതെ. അപ്പോൾ ആളുകളുടെ ലേബറോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഉണ്ടാക്കി വെക്കാനുള്ള ഒരു ഇത് മാത്രം മതി. ഇത് വരുന്ന ഏകദേശം ഒരു 80,000 പ്ലസ് ടാക്സ് വരുന്നത്. നമ്മളൊരു വീട്ടിലൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ആൾക്കാരൊന്നും വേണ്ട. നമ്മൾ ചെയ്ത് ഈ മെഷീൻ ഓൺ ആക്കി അത് പാക്ക് ചെയ്തെടുക്കാന്നുള്ളൂ. അതുപോലെ ഇതിലേക്ക് വരുമ്പോൾ ഇത് എന്ത് ടൈപ്പ് മെഷീനാണ്? ഇതെല്ലാം വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ഗ്രാനുലാർ ഫില്ലിംഗ് മെഷീൻസ് ആണ്. നമുക്ക് 20 ഗ്രാം മുതൽ 1 കിലോ വരെ ചെയ്യാൻ പറ്റുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്. പരിപ്പ്, അരി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അല്ലേ ഒക്കെ ചെയ്യാവുന്ന മെഷീനാണ്. ഇത് അതിന്റെ ഇമ്പോർട്ടഡ് ടൈപ്പ് മെഷീനാണ് വരുന്നത്. ഇതിന് ഏകദേശം നമുക്കൊരു 2 ലക്ഷം രൂപ പ്ലസ് ടാക്സ് ആണ് വരുന്നത്. ഇത് മോട്ടറൈസ്ഡ് മെഷീനാണ്. ഇതിന്റെ തന്നെ ന്യൂമാറ്റിക് ഇന്ത്യൻ മെഷീനാണ്. ഇത് നമ്മൾ ഇവിടെ മേക്ക് ചെയ്യുന്ന മെഷീനാണ്. ഈ മെഷീനൊക്കെ വരുമ്പോൾ ഏകദേശം നമുക്കൊരു 4-4.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് കുറേ കൂടി ഹെവി ഡ്യൂട്ടി ആണ്. ഒരു 10-12 മണിക്കൂർ 16 മണിക്കൂറൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള
മെഷീൻസ് എല്ലാം 3 ഫേസിലല്ലേ വർക്ക് ചെയ്യുന്നത്? ഇതെല്ലാം സിംഗിൾ ഫേസ്. സിംഗിൾ ഫേസ് ആണല്ലേ? നമുക്ക് ഇതിന്റെ 3 ഫേസ് വരുന്നതെന്ന് പറഞ്ഞാൽ പൗഡർ ചെയ്യാനുള്ള ഓഗർ ഫില്ലേഴ്സ് വരുന്നുണ്ട്. അത് വരുമ്പോൾ നമുക്ക് 3 ഫേസ് വരും. അപ്പോൾ അതിന്റെ ഫില്ലിംഗ് യൂണിറ്റിൽ വ്യത്യാസം ഉണ്ടാവും. സ്ക്രൂ ടൈപ്പ് ഫില്ലിംഗ് ആണ് വരുന്നത്. ആക്ച്വലി നമ്മൾ ഈ മെഷീനൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, ഡിപ്ലോമ വേണം, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവും കേട്ടോ. പക്ഷെ അതൊന്നും വേണ്ട. ഈ മെഷീൻസ് ഒക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതെ അല്ലേ? അത്യാവശ്യം നമുക്കൊരു ടെക്നിക്കൽ നോഹൗ ഉണ്ടായാൽ മതി, മാത്രം മതി. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇതിന്റെ അലൈൻമെന്റുകളൊക്കെ എപ്പോഴും നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യം കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് അതിന്റെ എന്ത് അളവ് വേണം, എന്ത് ലെങ്ത്തിൽ അത് പൗച്ച് കട്ട് ചെയ്യണം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മെഷീനിലാവുമ്പോൾ ഇവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള പല ഫാക്ടറിയിലും സ്ത്രീകളില്ലേ, അമ്മമാര്, വീട്ടമ്മമാര്, ചേച്ചിമാരൊക്കെ ഇതുപോലുള്ള മെഷീൻസ് സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല ഫാക്ടറിയിൽ. തീർച്ചയായിട്ടും ഇത് നമുക്ക് അത്ര ഹെക്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇതിനകത്ത് വരുന്ന നമ്മളുടെ ഈ ചൂട്ട് സൈസ്, നമ്മുടെ സ്പ്രൗച്ചിന്റെ സൈസ് മാറുന്നതനുസരിച്ച് മാറ്റണം. ആ സമയത്താണ് കുറച്ചുകൂടി നമുക്കൊരു ടെക്നിക്കൽ നോഹവ് വേണ്ടത്, അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ. ആ ഒരു നോളജ് ഇവിടെ സ്നേഹദാസിന്റെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഇൻസ്റ്റാളേഷൻ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു ട്രെയിനിങ് കാര്യങ്ങൾ തരും. ആവശ്യമില്ല. അത് കൂടാതെ തന്നെ വീഡിയോ കോൾ സപ്പോർട്ടും തരും. കാരണം നിങ്ങൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നു ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കോൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ 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 പാക്കറ്റിൽ 50 ഗ്രാം 100 ഗ്രാം പാക്കറ്റിൽ ഈ ഒരു സംഭവമായി വന്നിരിക്കുകയാണ്. ഇത് വരുന്നത് നമുക്ക് മാക്സിമം 1 കിലോ കപ്പാസിറ്റി വരുന്നത്. 5 കിലോന്റെ ഒക്കെ വരുമ്പോൾ ഇതിന്റെ എൻ്റയർ യൂണിറ്റ് മാറും. കാരണം മോളിൽ നിന്ന് ഫീഡ് ചെയ്യണത് മുതൽ എല്ലാം ഭയങ്കര ഹെവി സൈസിലേക്ക് വേണ്ടി വരും. പല യൂണിറ്റുകളിൽ 5 കിലോന്റെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വേണ്ടതാണ്. ഈ 1 കിലോ 1/2 കിലോ ഒക്കെയാണ് ബൾക്ക് ക്വാണ്ടിറ്റി വരുന്നത്. ഈ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനിൽ എപ്പോഴും ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാനും റെഡിയാക്കാനൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് ലാഭം എടുക്കാൻ പറ്റും. ഒരു 100 പാക്കറ്റ് 200 പാക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പോഴും ഏറ്റവും ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ. അത് കൂടുതൽ 1 കിലോ വരെയാണ് ബൾക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. മറ്റത് സെമി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ബിസിനസ് ടിപ്പ് കൂടിയാണ് സ്നേഹദാസ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സർവീസ് പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിലും ഇവിടെ സ്പെയർ പാർട്സ് കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ റെഡിലി അവൈലബിൾ ആണ്. ഗ്യാരണ്ടി പീരീഡ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? നമുക്ക് ഇതൊക്കെ 1 ഇയർ വാറണ്ടി പീരീഡ് ആണ് വരുന്നത്. അതേപോലെ തന്നെ അതിന് വാറണ്ടി പീരീഡിന് ശേഷം ഇതിന്റെ സ്പെയർ സർവീസ് സപ്പോർട്ട് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ വാറണ്ടി പീരീഡിന് ശേഷം ആണെങ്കിൽ പോലും ചെറിയ വീഡിയോ കോൾ സപ്പോർട്ടിലൊന്നും നമ്മൾ ചാർജ് ചെയ്യില്ല, അല്ലാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമർ കുറേ കൂടി ഗ്രോ ചെയ്യുമ്പോഴാന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു ചെറിയ മെഷീനായിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്ന ആള് വളർന്നു വന്ന് ഇതേപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് വരെ മേടിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അതായത് ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വെച്ചാലും ഡ്രൈ ആയിട്ട് കിട്ടും അല്ലേ? എന്ത് ഐറ്റംസും ഡ്രൈ ആ, വെജിറ്റബിൾസ് ഡ്രൈ ആ, മീറ്റ് ഡ്രൈ ആ, ഫിഷ് ഡ്രൈ ആ, അല്ലേ? അതെ അതെ. ഇത് ആക്ച്വലി നമ്മുടെ കാലാവസ്ഥയ്ക്ക് എസ്പെഷ്യലി ഇപ്പൊ മഴയൊക്കെ ആണല്ലോ, അപ്പൊ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. കാരണം നമ്മുടെ ജാതിക്ക, തേങ്ങ അങ്ങനത്തെയുള്ള പ്രോഡക്റ്റ് വരെ നമുക്ക് ഇതിനകത്ത് ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് 2 മോഡലിലാണ് നമുക്ക് വരുന്നത്. ഇലക്ട്രിക്കും വരുന്നുണ്ട്, ഹീറ്റ് പമ്പ് മോഡലും വരുന്നുണ്ട്. ഇത് ഇലക്ട്രിക് ടൈപ്പ് ആണ്, ഫുള്ളി SS ആണ്. 12 ട്രേ വരുന്ന ഒരു മെഷീനാണ് ഇത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫുള്ളി SS ആണ്. 12 ട്രേ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് 5 ട്രേ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉള്ളിൽ നമുക്ക് SS മാത്രമാക്കി പുറത്ത് GI മെറ്റീരിയൽ വെച്ച് അങ്ങനെ ചെയ്യാം. എങ്ങനെയാണോ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്, നമ്മുടെ ക്വാണ്ടിറ്റി എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രോഡക്റ്റ് എന്ത് തന്നെ ആയാലും ഒരു ബാച്ചിൽ എല്ലാം ഈവൻ ആയിട്ട് നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഒരേ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഒത്തിരി വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു മെഷീൻ തന്നെയാണിത്. കാരണം വീട്ടിലിരുന്ന് ഉണക്കി അതിന് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് കൊടുക്കാനായിട്ട് ചക്ക, മാങ്ങ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്ത് കപ്പ ഉണക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നോക്കി കപ്പ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൂവ്, ഇതെന്താ ഫ്ലവേഴ്സ് അല്ലേ? ഇത് പൂവ്, ഇത് ഒനിയൻ ആണ്, മറ്റ് വെജിറ്റബിൾസ്. ഓക്കെ, ഈ പറയുന്ന പോലെ ലേഡീസ് ഫിംഗർ ആണ് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ പല പാവയ്ക്ക ഉണക്കിയതുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവിടെ നല്ല രീതിയിൽ ഡിമാൻഡ് കിട്ടുന്ന രീതിയിലല്ലേ വീട്ടമ്മമാർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതെ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ബ്രാൻഡ് ചെയ്ത് എത്തിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇതിന് ഈ മെഷീന് എന്ത് വിലയാണ് നമുക്ക് വരുന്നത്? ഇത് നമുക്ക് ഫുള്ളി SS മെഷീൻ വരുമ്പോൾ ഒരു 1.3 lakhs per ടാക്സിലേക്ക് വരും. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെയാണ്. GI ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് മാറും. ഒരു 45,000 പ്ലസ് ടാക്സ് എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്റ്റാർട്ടിങ് 45,000 രൂപയുണ്ട്. അപ്പൊ ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒരു 45 ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു മെഷീൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് നമ്മുടെ ഒരു ഇൻ ഹൗസ് മാനുഫാക്ചർഡ് പ്രോഡക്റ്റ് ആണ്. ഇത് മൊബൈൽ സീലർ എന്ന് പറയും. മൊബൈൽ സീലർ, അതായത് നമ്മുടെ വലിയ ചാക്കുകളൊക്കെ ഉണ്ടല്ലോ, ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുള്ള മെറ്റീരിയൽസ് വരുന്നത്. അതെല്ലാം നമുക്ക് ഈ മെഷീൻ ഇത് മൂവബിൾ ആണ്, അതുകൊണ്ടാണ് അതിന് മൊബൈൽ സീലർ നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഈ മെഷീൻ നമുക്ക് ടയറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് വെച്ചിരിക്കുന്ന അടുത്തേക്ക് ഈ മെഷീൻ നമുക്ക് കൊണ്ടുചെന്ന് വെച്ച് നമുക്ക് സീൽ ചെയ്യാം. അപ്പൊ ഇതൊരു 1 മീറ്റർ ലെങ്ത്തിലാണ് സീലിംഗ് വരുന്നത്. ഒരു 5 mm സീലിംഗ് വിഡ്ത്ത് കിട്ടും. അപ്പൊ നല്ല സീലിംഗ് പ്രോപ്പർലി നമുക്ക് ത്രൂ ഔട്ട് ദ ലെങ്ത് കിട്ടും, ലഭിക്കും അല്ലേ? ജസ്റ്റ് ഇങ്ങനെ അത് പാക്കറ്റ് വെക്കുക, ഇതൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ അതിനർത്ഥം ഓട്ടോമാറ്റിക് ആയിട്ട് സീൽ ആയിട്ടുണ്ട് എന്നാണ്. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് സ്നേഹാസി അത് പിടിപ്പിച്ചിട്ടുണ്ട്. നോക്കി, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീലിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റിന് തന്നെ വരും അല്ലേ? ഈ വീതി കണ്ടോ, ഇത് 5 mm വീതിയാണ് വരുന്നത്. അപ്പൊ ഒരു ലീക്കേജോ അങ്ങനെയൊന്നും വരാതെ പ്രോപ്പർ സീലിംഗ് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്, R&D ടീം ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്. ഒരു വാഹനം വാങ്ങിയാലും ഒരു മെഷീൻ വാങ്ങിയാലും നമ്മൾ ഏറ്റവും അധികം മുമ്പോട്ട് വെക്കുന്ന ഒരു പോയിന്റ് ആണ് ആഫ്റ്റർ സർവീസും അതിന്റെ സ്പെയർസും. അപ്പൊ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ടി ടെക്കിന്റെ ആ ഒരു സ്പെയറിന്റെ ആ ഒരു യൂണിറ്റിലാണ്. ടിനി എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഇവിടുന്ന് വാങ്ങിക്കുന്ന എല്ലാ മെഷീൻസിന്റെയും 99.9% സ്പെയർസും ആഫ്റ്റർ അവൈലബിൾ ആണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അതെ. അപ്പൊ ഞാൻ ടി ടെക്കിന്റെ പ്രൊഡക്ഷനും സോഴ്സിംഗ് ആണ് നോക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വേൾഡിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള സപ്ലൈസിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കസ്റ്റമൈസേഷനും വരുത്തി നമ്മളുടെ ക്വാളിറ്റിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഡെലിവറി എടുക്കാനായിട്ട് സാധിക്കും, കസ്റ്റമേഴ്സിന് ഡെലിവറി കൊടുക്കാൻ പറ്റും. അത് തന്നെയാണ് ടി ടെക്കിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞ മാതിരി നമ്മളുടെ ആഫ്റ്റർ സെയിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആഫ്റ്റർ സെയിൽ സർവീസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റെഡി ടു സ്റ്റോക്ക് സ്പെയർസ് കാണണം. അപ്പോൾ ആ ഒരു സ്പെയറിൻ്റെ ഒരു ഇൻവെൻറ്ററി ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. കാരണം നമ്മളൊരു ERP സിസ്റ്റത്തിൽ മാനേജ് ചെയ്യുന്ന സ്പെയർസ് ആണ്. ഓരോ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെയർസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പർച്ചേസ് ചെയ്ത് ഇവിടെ പ്രൊക്യൂർ ചെയ്ത് സോഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴാണോ നമുക്ക് സർവീസ് റിക്വയർമെന്റ് വരുന്നത് അത് റെഡി ടു യൂസ് ആയിട്ട് അവൈലബിൾ ആണ്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിന്റെ ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു സ്പെയർ വന്നാൽ കൂടി നമുക്ക് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ സ്പെയർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്പെയർസ് നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ് നമ്മുടെ അടുത്ത ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഇവിടേക്ക് വരുമ്പോൾ ഇത് ഏറ്റവും വലിയൊരു പമ്പാണ്. ഈ പമ്പിന് അറൗണ്ട് 33,000 പ്ലസ് ടാക്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു പമ്പ് തൊട്ട് നമുക്ക് ഏറ്റവും ചെറിയൊരു കോമ്പണന്റ് ഇതുപോലത്തെ ഒരു കോമ്പണന്റ് പോലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ ഓരോ മെഷീൻ്റെയും ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്ത് വേണ്ടി വരുന്ന സ്പെയർസ് മെഷീനോടൊപ്പം തന്നെ പ്രൊക്യൂർ ചെയ്ത് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. അതായത് ഒരു മുട്ടുസൂചി മുതൽ ഒരു ചെറിയൊരു നട്ട് മുതൽ നമുക്കൊരു സെൻസർ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ എല്ലാ മെഷീൻസിന്റെയും അതിന്റെ റെസ്പെക്റ്റീവ് സ്പെയർസ് നമ്മൾ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ERP സോഫ്റ്റ്വെയർ അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ തരും. സ്പെയർ എവിടെ ഇരിക്കുന്നു, എന്തിനുള്ള സ്പെയർ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്ര സ്പെയർസ് ഇരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു കോൺഫിഡൻസ്. മാർക്കറ്റിൽ പല റേറ്റിൽ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിക്കുന്നത് ഈ ഇൻവെന്ററി നമ്മൾ ക്യാരി ചെയ്യുന്നതുകൊണ്ടും ഈ സ്പെയർസ് 99% നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 1% ചിലപ്പോൾ സ്റ്റോക്ക് വരുന്നതിൻ്റെ ഡിലേ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഐറ്റം നമ്മുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്യാനുള്ള ഒരു 30 ഡേയ്സ് ടൈമിൽ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേരളാസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനിയായ ടി ടെക്കിന്റെ വിശേഷങ്ങൾ. എനിവേ കൺഗ്രാറ്റുലേഷൻസ് സ്നേഹദാസ്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കിഴക്കമ്പലത്ത് പഴയ മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങൾ ഇവരുടെ താഴെ കാണുന്ന ലിങ്കിലുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ ബൈ.